In each of the following parallelograms, find the distance between the top and bottom side. Calculate the area of each parallelogram. അതായത് ചുവടെ തന്നിട്ടുള്ള ഓരോ പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങൾ നമുക്ക് രണ്ട് ചിത്രം തന്നിട്ടുണ്ട്. താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കണം. അതേപോലെ തന്നെ പരപ്പളവ് കണക്കാക്കണം. താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഹൈറ്റിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹൈറ്റ്. അപ്പൊ ഈ ഹൈറ്റ് എത്രയാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയയും കാണാം. പാരലോഗ്രാമിന്റെ ഏരിയ അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അഥവാ ഹാഫ് ബി എച്ച്, സോറി ഹാഫ് ബി എച്ച് അല്ല, ബി എച്ച്. ഓക്കെ, ദെൻ ഇവിടെ 4 × 2/√2 എങ്ങനെ വന്നുള്ള നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാമാന്തരിക പറയുന്നത് കേട്ടോ. അതിലെ ആ കാണുന്ന ത്രികോണത്തിന് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരക്കുകയാണ്. നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി വരും, ഇവിടെ 45 വരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ സൈഡ് 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിളും എന്തായിരിക്കും? 45 ആയിരിക്കും. ഓക്കെ, അപ്പൊ 45 45 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എന്താണ്? 1:1:√2. അപ്പൊ √2ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? വാല്യൂവിനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാ? 1 കാണാൻ ഹരിക്കണം, വാല്യൂവിനെ റേഷ്യോ കൊണ്ടായിരിക്കണം. അപ്പൊ 2/√2 കിട്ടിയോ? 1ന് സ്ഥാനത്ത് വില തന്നിട്ടില്ല, √2ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 2/√2. അതായത് ഈ ലെങ്ത് 2/√2 ആണ്. ഓക്കെ, അപ്പൊ ഹൈറ്റ് കിട്ടിയ എത്രയാ? 2/√2. ബേസ് എത്രയാ? 4. അങ്ങനെയാണ് ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റിൽ 4 × 2/√2 എന്ന്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ 2നെ നമുക്ക് മാറ്റാം. √2 × √2 ആണ് 2. ഡിനോമിനേറ്ററിൽ വരുന്ന √2നെ ഒന്ന് കളയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കളുന്നത് നല്ലതാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ √2 ആണ്, മുകളിൽ 2 ഉണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ 3യും മുകളിൽ ഡിനോമിനേറ്ററിൽ √3യും മുകളിൽ 3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3നെ നമുക്ക് എങ്ങനെ ചെയ്താം? √3 × √3 ചെയ്താം. അപ്പൊ ഈ 2നെ ഞാൻ √2 × √2 എഴുതി. അപ്പൊ ഇവിടുന്ന് √2ഉം ഇവിടുന്ന് √2 എന്തായി പോകും? കട്ടായി പോകും. ബാക്കി 4√2. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കിട്ടിയ എത്രയാ? 4√2. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാണാനും തന്നെ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് വേണം. ഞാൻ ആ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് വരക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് മായ്ച്ചു കളയാം. ഇവിടെ 60 തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 90 തന്നിട്ടുണ്ട്. ഈ ലെങ്ത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 30 ആവും. 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2, 90ക്ക് ഓപ്പോസിറ്റ് 2. 1:√3:2 ആണല്ലോ. 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. 2ന്റെ സ്ഥാനത്ത് 2 തന്നെയാണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? √3 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? √3. അപ്പൊ ബേസ് 4 ആണ്, ഹൈറ്റ് √3 ആണ്. 4 × √3 എന്ന് പറഞ്ഞാൽ 4√3 cm². ഈ √2ന്റെ √3യുടെ ഒക്കെ വാല്യൂ നമുക്ക് എക്സാം പേപ്പറിൽ തന്നെ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 4√3 എന്നിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ ആണല്ലോ.